നമസ്കാരം, എല്ലാവർക്കും ഈസി മാത്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ ചെറിയൊരു ഭാഗമാണ് കണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട് അല്ലെങ്കിൽ ഗ്രീൻ പാർട്ട്. അപ്പം നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഫിഗർ തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ നോക്കാതെ, വിത്തൗട്ട് ലുക്കിംഗ് എന്നാണുള്ളത്. അപ്പം നോക്കാതെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡഡ് പാർട്ടിനകത്താകാനുള്ള പ്രോബബിലിറ്റി എന്ത്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത എന്ത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. കണ്ണടച്ചു. അപ്പം നമ്മൾ നോക്കണം, കണ്ണടച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ബോർഡിൽ എവിടെ വേണമെങ്കിലും കുത്തിട്ടാം. പക്ഷെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് ഈ കാർഡ്ബോർഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഷേപ്പ് ഉള്ളത്, അതങ്ങ് കട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഷെയ്ഡഡ് പാർട്ടും ഉണ്ടാവും, ഈ പുറത്തുള്ള ഈ പാർട്ടും ഉണ്ടാവും. അപ്പോൾ അതിലാണ് നമ്മൾ കണ്ണടച്ചൊരു കുത്തിടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കണ്ണടച്ച് കുത്തിടുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ആകാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ആകാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ അല്ലെങ്കിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഈ ഷെയ്ഡഡ് പാർട്ടിനകത്താകാനുള്ള പ്രോബബിലിറ്റി എന്ത്? സാധാരണ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഫേവറബിൾ ഔട്ട്കം വേണം. ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ ആവശ്യമായ ഒരു സ്ഥലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആവശ്യമായ നമ്പർ ഉണ്ടാവും. ഇവിടെ ക്വസ്റ്റ്യൻ ആവശ്യമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ അല്ലെങ്കിൽ ഈ ഏരിയന, അപ്പോൾ ഇതെന്തിൻ്റെ ഏരിയ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി. ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ടോട്ടലായിട്ടുള്ളത് റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടിട്ട് താഴെ എഴുതുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈക്വൽ പാർട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഈക്വൽ പാർട്ടാവുക ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ട്രയാങ്കിളും എല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ 6 ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 6 ട്രയാങ്കിൾസും സെയിം തന്നെ ആയിരിക്കും കിട്ടുക. അങ്ങനെ സെയിമായി കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ, ടോട്ടൽ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 6 ആണ് വരിക. നെക്സ്റ്റ് നമുക്ക് ഷെയ്ഡഡ് റീജിയനിൽ അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ളത് എന്താ, കണ്ണടച്ചൊരു കുത്തിട്ടാൽ ഷെയ്ഡഡ് പാർട്ടിനകത്താകാനുള്ള. അപ്പോൾ എത്ര പാർട്ടുണ്ട് ഷെയ്ഡഡ് പാർട്ട്? 3 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇൻ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇൻ ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു 3. Therefore probability, അപ്പം therefore probability equal to നമുക്ക് എന്ത് വേണം? ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏത് റീജിയൻ ആണോ നമുക്ക് ആവശ്യമുള്ളത് അത് മുകളിലാണ് എഴുതേണ്ടത്. അപ്പോൾ 3 ടോട്ടൽ താഴെ എഴുതണം. 3 എപ്പോഴും ആവശ്യമുള്ളത് മുകളിൽ എഴുതും. എന്ന് വെച്ചാൽ നമ്മളെ ക്വസ്റ്റ്യന് വേണ്ട ഒരു നമ്പർ ഉണ്ടാവും, അത് മുകളിൽ എഴുതും. താഴെ എഴുതേണ്ടത് എപ്പോഴും ടോട്ടലായിരിക്കണം. അപ്പോൾ ഇവിടെ ടോട്ടലും ആവശ്യമുള്ള 3/6 ആണ്. ദർഫോർ അതിന് നമ്മൾ എന്ത് ചെയ്യും? 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 3/6 എന്ന് തന്നെ വെച്ചാൽ മതി. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ പാർട്ടായി കട്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഈ ട്രയാങ്കിൾസ് എല്ലാം, ട്രയാങ്കിളായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ട്രയാങ്കിൾസ് എല്ലാം സെയിം തന്നെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവിടെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇവിടെ കണ്ണടച്ച് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കാതെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് പാർട്ടിനകത്താകാനുള്ള പ്രോബബിലിറ്റി എന്ത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ ഈക്വൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾസോ അല്ലെങ്കിൽ സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറ്റുമെങ്കിൽ, പക്ഷെ എന്താ, എല്ലാ പാർട്ടും സെയിം തന്നെ ആയിരിക്കണം. അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അപ്പം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യും?
ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ കിട്ടുന്ന ട്രയാങ്കിൾസ് ഉള്ളത്, ഇവിടെയുള്ള 2 ട്രയാങ്കിൾ അത് രണ്ടും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 12 ആണ് ടോട്ടൽ കിട്ടുക. അതുപോലെ ഫേവറബിൾ ഔട്ട്കം കിട്ടുക. എന്താ ഫേവറബിൾ ഔട്ട്കം? ഒന്നും സ്റ്റെപ്പ് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാലും മതി, ഫേവറബിൾ ഔട്ട്കം എന്ന് എഴുതിയാൽ മതി. അത് എത്രയുണ്ട്? ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? ഷെയ്ഡിൻ്റെ അകത്താകാനുള്ളതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 6. Therefore probability equal to 6/12. താഴെ എപ്പോഴും ടോട്ടൽ എഴുതിയിരിക്കണം. പക്ഷേ ഇതുപോലെ തന്നെ എല്ലാ കേസിലും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാം. ഇവിടെ ഒരു സ്ക്വയർ ആണെങ്കിൽ അതിനകത്ത് ഒരു സർക്കിൾ അല്ലെങ്കിൽ കറക്റ്റായി അളവെടുത്തിട്ട് വരക്കണം. ഒരു സർക്കിളുമാണെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ പാർട്ട് ആവില്ല ഒരിക്കലും. കാരണം ഇതിന് ഷേപ്പ് ഇങ്ങനെയാണ്, ഈ പാർട്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവുക. രണ്ടാമത്തെ പാർട്ട്, ഈ പാർട്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയും. ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് താഴേക്കാണുള്ളത്, മറ്റേത് മുകളിലേക്കാണുള്ളത്. അപ്പോൾ ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ കട്ട് ചെയ്ത് എഴുതാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ടോട്ടലിൻ്റെ ഏരിയ കാണുക, അതുപോലെ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഏരിയ കാണുക. ഇവിടെ ടോട്ടലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിഗർ എന്ന് പറഞ്ഞാൽ മൊത്തം ഏറ്റവും വലുത് ഏതാണോ അതായി എടുക്കുക ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഇത് മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സൈഡ്സ് 4 ആണോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയ ഫിഗറിൻ്റെ ഏരിയ കാണും, വലിയ ഷേപ്പിൻ്റെ ഏരിയ കാണും. അപ്പോൾ ഇവിടെ എന്താണ്? വലിയത് സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4² ഈക്വൽ ടു 16 എന്ന് കിട്ടും. 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ചെറുതിൻ്റെത് അല്ലെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുള്ളത് പറഞ്ഞാൽ ഷെയ്ഡഡ് റീജിയൻ ആണ്. അപ്പോൾ ആ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ഡഡ് ഏരിയ സർക്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ, ഏരിയ കാണാനുള്ള ഇക്വേഷൻ സർക്കിളിൻ്റെത് πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇത്ര വരെയാണ് റേഡിയസ്. നമുക്കറിയാം ഇത് ടോട്ടൽ എത്രയുണ്ട്? 4 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ടോട്ടൽ ഇവിടെ മുതൽ ഇവിടെ വരെയും ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അത് 4 ആയിരിക്കും. അപ്പോൾ ഡയമീറ്റർ ആണ് 4 കിട്ടുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. ദെർഫോർ r ഈക്വൽ ടു ഇവിടെ r ഈക്വൽ ടു 2 ആണ് കിട്ടുക, 2 സെൻറ്റിമീറ്റർ. ദെർഫോർ ഇവിടെ 2². ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 ഈക്വൽ ടു 4π സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് കറക്റ്റ് രണ്ടും ഒരേ യൂണിറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റി ഈക്വൽ ടു എന്താ? നമ്മളുടെ ഷെയ്ഡഡ് റീജിയൻ അല്ലെങ്കിൽ ആവശ്യമുള്ളത് ഫേവറബിൾ ഔട്ട്കം മുകളിൽ എഴുതണം. അപ്പം നമ്മളുടെ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ 4π ബൈ ടോട്ടൽ എത്രയുണ്ട്? 16. 4 16ൽ 4 ടൈംസ് പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യുക. ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നുമില്ല, അത്ര പാർട്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും എന്ത് വരില്ല? സർക്കിൾ വരില്ല. സർക്കിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഈക്വലാക്കി കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിളും ഒരു സ്ക്വയറും വന്നു, അല്ലെങ്കിൽ ഒരു സർക്കിളും ഒരു വേറെ എന്തെങ്കിലും ഒരു ഷേപ്പും കൂടെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഈക്വൽ പാർട്ടായി കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ടോട്ടൽ വലുതിൻ്റെ ഏരിയ കാണുക, ചെറുതിൻ്റെ ഏരിയ കാണുക, ചെറിയ ഫിഗർ ഏതാണോ അതിൻ്റെ ഏരിയ ബൈ വലുതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡിൻ്റെ ഏരിയ കാണുക, ടോട്ടലിൻ്റെ ഏരിയ കാണുക, ഷെയ്ഡഡിൻ്റെത് മുകളിൽ എഴുതുക, ടോട്ടലിൻ്റെത് താഴെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കാണുക. അപ്പോൾ പുതിയൊരു ടൈപ്പ് കൂടി
അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നടന്ന മോഡലിൽ മുകുളത്തിലും ഉണ്ടായിട്ടുണ്ട്. സാധാരണ വർഷങ്ങളായി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. In class 10th A, there are 20 boys and 20 girls. In 10th B, there are 15 boys and 25 girls. One student is to be selected from each class. What is the probability of both being girls? Second question, what is the probability of both being boys? Third question, what is the probability of one boy and one girl? Last question, what is the probability of at least one boy? അപ്പോൾ ഇവിടെ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്വസ്റ്റ്യന് മീനിങ് അറിയണം. അതല്ലെങ്കിൽ നോക്കുക, ഇൻ ക്ലാസ് 10th എയും 10th ബിയിലും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 10th 2 ബോക്സ് അല്ലെങ്കിൽ 2 ക്ലാസ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് അങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 2 സ്ക്വയറോ 2 സർക്കിളോ ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ 10th എ ഉണ്ട്, അതുപോലെ 10th ബിയും ഉണ്ട്. അപ്പോൾ ഇവിടെ 10th എയും 10th ബിയും. ഇത് 10th എ ആണ്, ഇവിടെ 10th ബി ആണ്, 2 ക്ലാസ്. അപ്പോൾ ഇൻ 10th എ there are 20 boys and 20 girls. അപ്പോൾ ഇവിടെ 20 boys ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുക, 20 boys and 20 girls. അതുപോലെ ഇൻ 10th ബി there are 15 boys and 25 girls. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ടോട്ടൽ വേണം. നമുക്ക് താഴെ എഴുതണമെങ്കിൽ നിർബന്ധമായും പ്രോബബിലിറ്റി എഴുതണമെങ്കിൽ ടോട്ടൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് ക്ലാസ്സിലെ ബോയ്സ് ആണ് ഗേൾസ്. അപ്പോൾ ടോട്ടൽ അറിയണം. അപ്പോൾ ഈ ക്ലാസ്സിലെ ടോട്ടൽ എത്രയാ? ടോട്ടൽ ഈക്വൽ ടു എത്രയുണ്ടാവും? ടോട്ടൽ 40. ടോട്ടൽ സ്റ്റുഡൻസ് ഈക്വൽ ടു 20 + 20 ഈക്വൽ ടു 40. ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസ് ഈക്വൽ ടു 15 + 25 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 തന്നെയാണ് കിട്ടുക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു എളുപ്പവഴി, അത് എളുപ്പവഴി എന്നല്ല, നിങ്ങൾ ഇതിനിങ്ങനെ ഒരു മീനിങ് ഇല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻറ്റു ആണെന്ന് നിങ്ങൾ വിചാരിക്കുക ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അപ്പോൾ എന്താ? രണ്ടും, ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു, ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു, ഈ 2 കുട്ടികളും ഗേൾസ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ 2 ക്ലാസ്സിൽ നിന്നും ഗേൾസ് ആവണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്നുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിൽ നമ്മൾ എന്തുണ്ട്? ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഈക്വൽ ടു, ടോട്ടലിൽ നിന്ന് ടോട്ടലിലേക്ക് പോയാലേ ടോട്ടൽ ആവുള്ളൂ. നമുക്ക് ഇത് രണ്ടുമാണ് ടോട്ടൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരേൻ്റെ അർത്ഥം നിങ്ങൾ ഇൻറ്റു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ ഈക്വൽ ടു എന്താ? 40. ഈ വര ഇൻറ്റു ആണെങ്കിൽ 40 × 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 1600. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? അപ്പോൾ എന്തോ നമ്പർ ഓഫ് പെയർ എന്താ വരിക? ബോത്ത് ബീയിങ് ഗേൾസ്. അങ്ങനെ വരുന്നത് എന്താ വരിക? അങ്ങനെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് ഇതാ അതിന് സ്റ്റെപ്പ് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഫേവറബിൾ ഔട്ട്കം, ഈ ക്വസ്റ്റ്യൻ്റെ ഫേവറബിൾ ഔട്ട്കം, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനനുസരിച്ച് നമുക്ക് മാറും. ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ബോത്ത് ബീയിങ് എന്താ? ഗേൾസ് ആണ്. ബോത്ത് ബീയിങ് ഗേൾസ് ആണ് ഫേവറബിൾ ഔട്ട്കം. അപ്പം നമുക്കിവിടെ നോക്കാം. ഗേൾസ്, രണ്ടും ഗേൾസ് ആവണമെങ്കിൽ, രണ്ടും പെൺകുട്ടികളാകണമെങ്കിൽ ഈ ഇവിടുന്ന് ഇവിടത്തേക്ക് പോയാൽ മാത്രം, ഇതിൽ നിന്നൊരാളും ഇതിൽ നിന്നൊരാളും. അപ്പോൾ അവർ രണ്ടാളെയും ഗ്രൂപ്പാക്കി. പക്ഷേ ഇവരെൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഇൻറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വരും എന്താ? 20. ഇവരനെ ഇൻറ്റു ആക്കി എടുത്താൽ 25. പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ? 20 × 25 എത്രയാണ് വരിക? 5 ആണ്. Therefore probability equal to എന്താ? Probability of both being girls equal to എന്താ കിട്ടുക? ഗേൾസ് എത്രയുണ്ട്? 500. ടോട്ടൽ എത്രയാ? 1600. ഇതാണ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ടോട്ടൽ എപ്പോഴും മാറൂല, ഒരു ക്വസ്റ്റ്യനിൽ ഒറ്റ ടോട്ടൽ മാത്രമേ ഉണ്ടാവും. ഇവിടെ ഫേവറബിൾ ഔട്ട്കം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ രണ്ടും എന്താവണം, ബോയ്സ് ആവണം, കുട്ടികളാകണം. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ആൺകുട്ടികളാകണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിലേക്ക് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ എന്താ വരിക, 20 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക, 20 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് ഈക്വൽ ടു എന്താ വരിക, 300/1600. ഇതിനെ ഷോർട്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ 3/6, 2 0 താഴെ മുകളിലും കട്ട് ചെയ്താൽ 3/16 എന്നാവും. അതുപോലെ തന്നെ ഇവിടെയും 5/16 എന്നാവും. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്, അപ്പോൾ ഇതൊന്ന് മായ്ക്കാം. ഇതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്രയാണ് വരിക, 10th എയിൽ 20 ബോയ്സും 20 ഗേൾസ്, 10th ബിയിൽ 15 ബോയ്സും 25 ഗേൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ടോട്ടൽ നേരത്തെ എഴുതി വെച്ചതുകൊണ്ട് അത് ഇനി എഴുതണമെന്നൊന്നുമില്ല. ടോട്ടൽ ഈക്വൽ ടു 1600. ഇനി തേർഡ് ക്വസ്റ്റ്യൻ്റെ ഫേവറബിൾ ഔട്ട്കം നമുക്ക് വേണം എന്താ, 1 ബോയ് ആൻഡ് 1 ഗേൾ. ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു 1 ബോയ് ആൻഡ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോയ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഗേൾ വേണം. അതാണ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ഇതിൽ ഈ പെയറിൽ നിന്ന് ഈ പെയറിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിലത്തെ കുട്ടികളുടെ അടുത്തേക്ക് പോകണം. അങ്ങനെയാവുമ്പോൾ ഇവിടെ എന്താ വരിക, 20 × 25. ഇനി ഇവിടുത്തെ ഗ്രൂപ്പിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താ, 1 ഗേൾ ആൻഡ് 1 ബോയ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്താ, ഇവിടെ ആൺകുട്ടീനെ എടുക്കുമ്പോൾ ഇവിടെ പെൺകുട്ടീനെ എടുക്കും. ഇവിടെ ബോയ് എടുക്കുമ്പോൾ ഇവിടെ ഗേളാണ് എടുക്കുന്നത്, ഇപ്പുറത്ത് ബോയ് എടുക്കണം. അങ്ങനെയാണെങ്കിലും എന്താ, 1 ബോയ് ആൻഡ് 1 ഗേൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ വരുമ്പോൾ എന്താ, രണ്ടാമത് ഏതാ വരിക, 20 × 15. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ പ്ലസ് ഇടണം നമുക്ക്, കാരണം ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്, രണ്ടും കൂടുവാണ് വേണ്ടത്. അപ്പോൾ ഈ പെയറും കൂടും ഈ പെയറും കൂടും. ഈ വരേൻ്റെ അർത്ഥം ഇൻറ്റു ആണ്, അതുകൊണ്ടാണ് 20 × 25 ഇവിടെ എഴുതിയത്. അടുത്തത് എന്താ, 20 × 15 ആണ്. പക്ഷെ അത് രണ്ടും കൂടെ കൂടണം, ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ, കൂടുമ്പോൾ നമ്മൾ പ്ലസ് എന്നാ എഴുതുക. അപ്പോൾ ഇവിടെ കൂടും. അപ്പോൾ 20 × 25 ഈക്വൽ ടു 500 പ്ലസ് ഇവിടെയോ 300. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. Therefore here probability, അല്ലെങ്കിൽ ഇവിടെ എന്താ പ്രോബബിലിറ്റി ഈക്വൽ ടു 800 എന്താ വരിക, പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അങ്ങനെ തന്നെ എഴുതണം. ഞാനിവിടെ ഷോർട്ടാക്കി പ്രോബബിലിറ്റി എന്ന് എഴുതുന്നതാണ്. പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഈക്വൽ ടു 800/1600. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കുറഞ്ഞത് ഒരാൺകുട്ടിയാകണം, കുറഞ്ഞത് ഒരാൺകുട്ടി ഉണ്ടാവണം. അപ്പോൾ കുറഞ്ഞത് എത്ര ഉണ്ടാവണം, ഒരാൾ. അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ എന്താ, മാക്സിമം. അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ആൺകുട്ടിയാവാം, അതിൽ കൂടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 3 ആൺകുട്ടിയാവാൻ പാടില്ല. അതുപോലെ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടിയാകാം, 2 ആവാം, കുറഞ്ഞത് ഒരാൺകുട്ടിയാവണം. പക്ഷെ എന്താ, അതിൽ കൂടാം. കുറഞ്ഞതാണ് എന്ത്, അതിൽ കുറയാൻ പാടില്ല എന്നേ ഉള്ളൂ, പക്ഷെ കൂടാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടിയാവാം, കുറഞ്ഞത് ഒരാൺകുട്ടിയാകാം, അതിൽ 2 ആവാം, 3 ആവാം, 3 ആവാം. അപ്പോൾ ഒരാൺകുട്ടി വരുവാന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇതിലേക്കാണ് ഒരാൺകുട്ടി വരുമ്പോൾ. കാരണം രണ്ടാളിൽ നിന്നും എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഒരാൺകുട്ടിയാകുമ്പോൾ ഇപ്പുറത്ത് പെൺകുട്ടി. അപ്പോൾ ആ പേരിൽ രണ്ട് കുട്ടികളാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൺകുട്ടി വന്നു. ഇവിടെ നിന്ന് എടുക്കുന്നെങ്കിൽ ഇവിടുന്ന് എടുക്കുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ എന്താ, ഇവിടെ
ഒരാൺകുട്ടി വന്നു. ഇനി രണ്ടും ആവാം എന്ന് പറഞ്ഞാൽ ഏതും കൂടെ വരും, ഇതും വരുക. ഒരാൺകുട്ടി വരെ രണ്ടാവാം. പക്ഷെ എന്താ, ആൺകുട്ടികൾ ഇല്ലാതിരിക്കാൻ പാടില്ല, 0 വരാൻ പാടില്ല. ആൺകുട്ടികൾ കുറഞ്ഞത് ഒരാൺകുട്ടി വേണം. അപ്പം നമുക്ക് ഇവിടെ വരയിട്ടത് 1 2 3. കാരണം ഒരാൺകുട്ടിയുള്ള 2 പേരുണ്ട്, 2 ആൺകുട്ടികളും ആകാം. അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ കുറഞ്ഞത് ഒരാൺകുട്ടി. അപ്പോൾ കൂടുതലാകാം, അതിൽ കൂടുതലാകാം. അപ്പോൾ ഇത്രയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ എഴുതുക? ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഈക്വൽ ടു എന്താ വരുക? ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുമ്പോൾ 20 വരെ ഇൻറ്റു ആയി എടുത്താൽ ഇൻറ്റു 25 പ്ലസ്, അത് ആവശ്യമുണ്ട്. അതിൻ്റെ പേര് ഇനി എന്തെല്ലാം കൂടണം? രണ്ടാമത്തത് 20 ഇൻറ്റു 15 പ്ലസ് മൂന്നാമത്തത് ഇവിടെയുള്ള രണ്ടും 20 ഇൻറ്റു 50. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുക? ഇത് 500 പ്ലസ് 300 പ്ലസ് 300 ദാറ്റ് ഈസ് ഈക്വൽ ടു 1100. Therefore probability, ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താ? അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലാകാം. അപ്പം അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1100/1600. ഇവിടെ 6 ആണ്, 1600. ഇങ്ങനെയാണ് പ്രോബബിലിറ്റി കാണുക. അപ്പം ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യനാണ് ഇതിലുണ്ടാവുക, സാധാരണ വരാറ്. അപ്പം അതിൽ ഒരു ടൈപ്പ് ഇതായിരിക്കും. നമ്മളെന്താ 2 ഗ്രൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെന്താ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇത്ര മാനും വുമണും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഇത്ര ചെയ്തു, ഇതിൽ നിന്ന് ഇത്ര സെലക്ട് ചെയ്യുന്നു പറയുമ്പോൾ 2 സെപ്പറേറ്റ് എഴുതണം, 2 ഗ്രൂപ്പ് സെപ്പറേറ്റ് എഴുതുക. അതല്ലെങ്കിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്താ? ഒരു ബോക്സിൽ 15 ബാങ്കുകളുണ്ട്, 20 ഇയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബോക്സിൽ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതിത്തരാം. 15 റെഡ് ബാങ്കുകളും ഇവിടെ 20 ഗ്രീൻ ബാങ്ക്. ഇവിടെ 10 റെഡും റെഡ് ഇയറിങ്ങും 5 ഗ്രീൻ ഇയറിങ്. അങ്ങനെയാണെങ്കിൽ ഇത് മാച്ച് ചെയ്യും. നമ്മളെന്താ വളയിടുമ്പോൾ അതിനനുസരിച്ച് കമ്മൽ സെയിം ആക്കാം, അത് മാറ്റുകയും ചെയ്യാം, അതല്ലാതെയും മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഇതിലെങ്ങനെ സെലക്ട് ചെയ്യുക? സെയിം ആക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണം, ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണം. അപ്പോൾ ഇത് 2 ഇൻറ്റു ചെയ്തിട്ട് അതാണ് നമ്മളെ ഫേവറബിൾ ആയിട്ട് സെയിം പെയർ വരുന്നത് ഏതായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 50 ഇൻറ്റു 10 പ്ലസ് 20 ഇൻറ്റു 5. അതിൽ നിന്ന് ഏതോ ചെയ്യണം, സെയിം കളർ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയി വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണം, ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണം. ടോട്ടൽ എപ്പോഴും എന്താ? ഇതിൻ്റെ ടോട്ടൽ മുകളിൽ എഴുതും, ഇതിൻ്റെ ടോട്ടൽ മുകളിൽ എഴുതും. ടോട്ടലിൽ നിന്ന് ടോട്ടലിലേക്ക് പോയാൽ മുകളിൽ എന്തായി? ടോട്ടലായി. അപ്പോൾ ഇതെന്താ? 35 ആണ് ഇവിടെ ഉണ്ടാവുക, ഇത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 35 ഇൻറ്റു 15. അത് ഇൻറ്റു ചെയ്താൽ ടോട്ടൽ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോബബിലിറ്റി കാണാൻ നമ്മളെപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം വേണം, അതുപോലെ തന്നെ എന്താ ഫേവറബിൾ ഔട്ട്കം വേണം. അപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 10th A 10th B വരുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സർക്കിളും സ്ക്വയറും വരുന്ന ക്വസ്റ്റ്യൻ. അതിൽ കണ്ണടച്ചൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡഡ് റീജിയനിലാകാനുള്ള പ്രോബബിലിറ്റി എന്ത്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായത്. അപ്പം പ്രോബബിലിറ്റി വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ 6 അല്ലെങ്കിൽ 7 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.